കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ച് സഹോദരൻ വി.എൽ. രാമകൃഷ്ണൻ ആശുപത്രിയിലാകുന്ന ദിവസം നടന്ന കാര്യങ്ങൾ ഒപ്പമുണ്ടായിരുന്ന ഒന്നും പറഞ്ഞില്ലെന്ന് ആർ.എൽ.വി. രാമകൃഷ്ണൻ പറയുന്നു. സഫാരി ചാനലിന് തുറന്നു പറച്ചൽ. ചേട്ടന്റെ വേർപാട് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ശനിയോ ഞായറോ മറ്റോ ആയിരുന്നു. അന്ന് അച്ഛന്റെ സ്മാരകത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം 6-7:30 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. 2016 മാർച്ച് 5. ചേട്ടൻ അമൃതയിലാണ്. സീരീസാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളും ഞാനും കൂടെ അവിടത്തേക്ക് ഓടിയെത്തി. ചേട്ടൻ വെന്റിലേറ്ററിലാണ്. മണി എന്താണ് കഴിച്ചതെന്ന് പറഞ്ഞാലേ ആൻറ്റിഡോസ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അബോധാവസ്ഥയിലാണ് എന്ന് പറഞ്ഞിരുന്നു. പുറത്തിറങ്ങി ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. മാർച്ച് 6-ന് അദ്ദേഹം മരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. മീഥൈൽ ആൽക്കഹോൾ പോയിസണിംഗ് ആണ് കാരണമെന്ന് മരിച്ചതിൽ അതിൽ പറയുന്നു. അദ്ദേഹത്തിന് ചെറിയ തോതിൽ ലിവർ സിറോസിസിന്റെ അസുഖമുണ്ടായിരുന്നു. എന്താണ് മരണകാരണം എന്നറിയാതെ ഞങ്ങൾ നിശബ്ദരായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ചാനലുകൾ മുഴുവൻ വിളിച്ചു തുടങ്ങി. പിന്നെയാണ് മാർച്ച് 5-ന് മുമ്പുള്ള ദിവസങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സാധാരണ ചേട്ടൻ ബിയറാണ് കഴിക്കാറ്. കുട്ടിക്കാലം മുതൽ ചേട്ടൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്ന ആളല്ലായിരുന്നു. സിനിമയിൽ കയറി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബിയർ തന്നെ കഴിച്ചു തുടങ്ങിയത്. എൻ്റെ കൺമുൻപിൽ അദ്ദേഹം ഒരുപാട് മദ്യപിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, തലേദിവസം അതിഥികൾ വന്നു പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ബിയർ ചോദിച്ചാൽ ബിയർ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ പുറത്തുപോയി പെപ്സി വാങ്ങിക്കൊണ്ട് വന്ന് ബിയർ കുപ്പിയിൽ ഒഴിച്ച് ബിയറാണെന്ന് പറഞ്ഞു കൊടുത്തു. അതോടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാഴ്ച പോയോടെ പോലെ സാഹചര്യം ഉണ്ടാകുകയും നിലത്ത് കിടന്നുടരുകയും ചെയ്തു. ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു. പക്ഷെ അവിടെയുള്ള ആരും ഈ വിവരങ്ങൾ വീട്ടിൽ അറിയിച്ചില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബെൻഡോസ്പിൻ കുത്തിവെച്ചു. സൈഡേറ്റ് ചെയ്തു. സുഹൃത്തായ ഡോക്ടർ നേതൃത്വത്തിലാണ് കുത്തിവെച്ചത്. ഇതൊന്നും നമ്മളോട് പറഞ്ഞിരുന്നില്ല. ചേട്ടനും വേറെ വസ്ത്രം വാങ്ങിച്ച് വൈകുന്നേരം 4 മണിയോടെ ആശുപത്രിയിലെത്തുന്നത്. വീട് പാടിയിൽ നിന്ന് 200 മീറ്റർ പോലുമില്ല. ക്ലാസ് എടുക്കുന്നതിൻ്റെ മുമ്പിലൂടെയാണ് ചേട്ടനെ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല. ലിവർ സിറോസിസിന് രോഗങ്ങൾക്ക് പാരസെറ്റമോൾ ഗുളിക പോലും കൊടുക്കാൻ പാടില്ല. നികഷ്ടമായ രീതിയിൽ കുത്തിവെച്ചാണ് അവർ ചേട്ടനെ കൊണ്ടുപോയതെന്നും ആർ.എൽ.വി. രാമകൃഷ്ണൻ പറഞ്ഞു. ചേട്ടനടുത്ത വസ്ത്രങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞു. അവയെല്ലാം കഴുകി വൃത്തിയാക്കി. പുതിയ തെളിവുകൾ കൊടുക്കാനില്ല. അന്വേഷണത്തിൽ തൃപ്തിയല്ലെങ്കിലും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇന്നും വിശ്വസിക്കുന്നുവെന്ന് ആർ.എൽ.വി. രാമകൃഷ്ണൻ പറയുന്നു.